ഞാനും ഭാര്യയൊക്കെ ആയിട്ട് പടം തുടങ്ങുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് സിനിമ കാണാതാക്കിയവരാണ്. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ പഴയ ഈ ലോട്ടറി അടിക്കാത്ത ലോട്ടറി ചാക്ക് കണക്കിന് കീറിക്കൊണ്ട് വെച്ചിട്ട് നമ്മളെ തലേരെ മോളിൽ കൂടെ തട്ടിത്തരും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര് റിലീസ് ദിവസം വന്ന് കയറി ഇരുന്നിട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൻസുകാർ മാത്രം കാണുന്ന ഒരു ഷോയാണ്. 10-30 വർഷമായി ഈ നാടിനെ ത്യാഗോജ്വലമായി സേവിക്കുന്ന എന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ അതിനകത്ത് കയറി ഫാമിലി ആയിട്ട് അന്ന് ഫാൻസുകാർ മാത്രം കിടന്ന ഷോ അല്ല, ഞങ്ങള് ഫാൻസുകാർ മൊത്തത്തിലെടുക്കുന്ന ടിക്കറ്റ് ആണ്. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ വെറുപ്പിക്കരുത്. അല്ല, മൊത്തം ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അട്ടഹാസം കാണിക്കാനല്ല, അല്ല സിനിമ കാണാനാണ്. അയ്യോ, അത് മാഷ്ക്കൊരു ബുദ്ധിമുട്ടാവൂല. ഇതൊക്കെ ഒരു സന്തോഷല്ലേ? അല്ല, പേപ്പർ തലേ വീണിട്ട് ഫാൻസുകാരെ കുറ്റം പറയണത് മോശം പരിപാടിയാണ്. എന്താ പരിപാടി? ഒരു പേപ്പർ ഇപ്പൊ മേലോട്ട് വാരി ആഘോഷിച്ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാ മതി. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. മനഃപൂർവ്വം ഫാൻസുകാരെ കരിവാരി തേക്കാൻ വേണ്ടി പറയണേ, വേറെ ഒന്നും കിട്ടാൻ കരിവാരി തേക്കണ്ടെന്നേ. വേറെ ഒന്നുമല്ല, കരിവാരി തേക്കണ്ട, മൊത്തം തേഞ്ഞ് കിടക്കുക. ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. കുറച്ച് പേപ്പർ ഒന്നും തലേ വീണെന്ന് പറഞ്ഞ് ചത്തൊന്നും പോകുന്നില്ലല്ലോ. അത് പള്ളി പോയി പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് പോകുന്ന. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ബാലിക്കാരനെന്ന് വിചാരിച്ചോ? കേരളത്തിലെ ഫാൻസ് യാഥാർത്ഥ്യമാണ്. അവരെ വെട്ടുക്കിളി എന്ന് വിളിക്കുന്നവരോട് എനിക്ക് പുച്ഛം തന്നെയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ശാന്തിവിടെ ഈ രാത്രി 3 മണിക്ക് രാത്രി 1 മണിക്ക് സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിന്റെ ആയാലും അല്ലെങ്കിൽ അത് ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഷോയാണ്. കൊച്ചുകുട്ടികൾക്ക് അതൊരു രസമാ. എന്നൊരു ശബ്ദമേ അവർക്ക് അറിയാവൂ. ആ ഷോയ്ക്ക് ഭാര്യയായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇവരെ കുറ്റം നിങ്ങൾക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്നതാ. ഓഹോ, അപ്പൊ നിനക്ക് നേരത്തെ അറിയാറുന്നല്ലോ. നമ്മളൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ അവിടെ ആനയുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നെറ്റിപ്പട്ടം കെട്ടിയ ആന. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയി ഇത് പറഞ്ഞിട്ട് അവിടെ കടലാസ് എന്ന ദേഹത്ത് വിടുന്നു. നിങ്ങൾക്ക് അല്ലാത്ത ഷോയ്ക്ക് പോകാമല്ലോ. മനഃപൂർവ്വം ഫാൻസിലേക്ക് ഇടിച്ചു താഴ്ക്കാൻ വേണ്ടി ശാന്തിവിള പറഞ്ഞ ഈ ഒരു ഷോ ആളറിഞ്ഞ് കളിക്കട ചെറ്റെ. തരപ്പടി അല്ലാത്തവന്റെ തമാശ വേണ്ട. സച്ചിനാദ്യമായിട്ട് കഥ അറിയാതെ ആട്ടം കാണും. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞ എന്തുകൊണ്ടെന്ന് അറിയില്ല, പതിവില്ലാതെ എന്നോട് ഭാര്യ പറഞ്ഞു എനിക്ക് ബബ ആദ്യ ദിവസം കാണണം. നിങ്ങൾ സിനിമ കാണാൻ തുടങ്ങി ടൈറ്റിൽ കഴിഞ്ഞപ്പോ എന്റെ മോന്തയിൽ ഒരു കുട്ട ലോട്ടറി. ആ ഷോ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ചോണ്ടല്ലേ? അത് ഞാനാ തീരുമാനിക്കണോ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. ഏത് ഷോ കാണണമെന്ന് ഞാനാ തീരുമാനിക്കണം. വേദോസം വായിക്കുന്ന കാര്യമുണ്ടോ? അല്ല, ഫാൻസ് ഷോയ്ക്ക് അല്ല ഫാൻസിന്റെ ഉത്സവം ഉണ്ടെന്നും അവരെ നാലാള് കൂടുന്നിടത്ത് ഇറങ്ങിയെന്ന് പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? വേദോസം എന്നെ എന്തിനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഒരു കാര്യമില്ലായിരുന്നു. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.